ഉമർ റളിയല്ലാഹു അൻഹു ബുദ്ധി അല്ലാഹു മടക്കി തരുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു ഇദാ സഅലാനി, അവര് എന്നോട് അവർ രണ്ടാളും ചോദിക്കുകയാണെങ്കിൽ അഖൂലു റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹൊക്കെ തന്നെയാണ്. ഫമർ റബ്ബുകുമാ അൻതുമാ, നിങ്ങളെ റബ്ബാരാണ് എന്ന് ഞാൻ അറിയിക്കും എന്ന് നോക്കൂ. അപ്പൊ എല്ലാവർക്കും പേടിയില്ല. എല്ലാരും പഠിച്ചോനെ അല്ലാഹുവേ, എന്റെ ഉമറിന്റെ മഹത്വമാണ് ഈ പകലിലും ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹുവേ, ആ ഉമറിന്റെ കോന്തലയിലേക്കെങ്കിലും ഞങ്ങളെ കൂട്ടണമേ തമ്പുരാനെ, അങ്ങോട്ട് ഞങ്ങളെ കൂട്ടണമേ റബ്ബേ. ആ ഒരു തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്കും തൗഫീഖ് തരണം പഠിച്ചു. ഞങ്ങളെ ഖബറും നന്നാക്കണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങൾ പേടിയില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. ഫയഖുലാൻ, ഇത് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫയഖുലാൻ, ഈ രണ്ട് മലക്കുകളും പറയും കുന്നാ നഅലമു അന്നക തഖൂലു ഹാദാ, നീ ഇത് തന്നെയാണ് പറയാ എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. എന്നാലും എന്നോട് ഒരു കടമ പോലെ ചോദിക്കണല്ലോ. ഫയുഫ്സഹു ലഹു ഖബറുഹു, പിന്നെ അവന് ഖബർ വിശാലമാക്കി കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നല്ല ഹബീബായ നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂൽ പറയുന്നുണ്ട്, അപ്പോൾ ഫതഖൂലുൽ അർദു ലഹു, ഭൂമി അയാളോട് പറയും ഇൻ കുൻത ലഹബീബൻ ഇലയ്യ വ അൻത അലാ ളഹ്രി, നീ ഭൂമിയുടെ മുകളിലായിരുന്ന നേരത്തെ എന്റെ വളരെ വലിയ സ്നേഹിതനാണ്. ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ വന്നിട്ട് ഞാൻ എങ്ങനെ നിനക്ക് സൗകര്യപ്പെടുത്താതിരിക്കുന്നത് എന്നാര് പറയും? ഭൂമി പറയൂ. ഇയാൾക്ക് വേണ്ടി ഒരിക്കലെന്നല്ല അന്നും പിറ്റേന്നൊക്കെ ഭൂമി ഇയാൾക്ക് വേണ്ടി കരയും. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർള് വമാ കാനൂ മുൻളരീൻ. ഒരാള് നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഹബീബ് റസൂൽ പറഞ്ഞു, ഫറോവയും മന്ത്രിമാരും ഒക്കെ മരിച്ചപ്പോൾ ആകാശവും കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും ഒക്കെ കരയാറുണ്ടോ? മുസ്തഫ നബി പറഞ്ഞു, ഇദാ മാതൽ അബ്ദു സ്വാലിഹ്, സാലിഹായ മനുഷ്യൻ മരിച്ചാൽ ആകാശവും ഭൂമിയും അയാളുടെ മേൽ കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ആ മരണം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഫയുഫ്സഹു ലഹു ഖബറു, ഖബർ അയാൾക്ക് വിശാലമാക്കി കൊടുക്കും. ഒരഭിപ്രായം 70 ദിറാ, 70 ഫീ 70, 70 അതായത് അൻ യമീനിഹി വഅൻ ശിമാലിഹി വഅൻ വറായിഹി വഅൻ അമാമിഹി. 70 മുഴം മുന്നിലേക്ക്, പിന്നിലേക്ക്, വലത്തേക്ക്, ഇടത്തേക്ക്. എന്നാൽ മുഫസ്സിരീങ്ങളിൽ, മുഹദ്ദിഥീങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട അഭിപ്രായം ഇത് അതിനൽ ഈമാനുള്ളവന്റെ അവസ്ഥയാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള ആളവസ്ഥ, ഉന്നതനായ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഫയുഫ്സഹു ലഹു ഖബറുഹു മദ്ദ ബസരിഹി, അയാളുടെ കാഴ്ച എത്തുന്ന ദൂരം അത്രയും അയാൾക്ക് ഖബർ അങ്ങോട്ട് വിശാലാക്കി കൊടുക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. ഖബർ അങ്ങോട്ട് വിശാലമാക്കും. എന്നല്ല, ഖബറിന്റെ ഉള്ളിൽ സുഗന്ധ ചെടി ഉണ്ടാകും, സ്വർഗീയ തോട്ടങ്ങൾ ഉണ്ടാകും. ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. അല്ലാഹു തആല അതൊക്കെ ചെയ്തു കൊടുക്കും. അല്ലാഹു അതൊക്കെ നിസ്സാരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫയഖൂലു, അപ്പോൾ അയാൾ പറയും, യുനവ്വറു ലഹു ഫീഹി, ഖബർ അയാൾക്ക് വെളിച്ചമാക്കി കൊടുക്കും. എന്നിട്ട് യുഖാലു ലഹു, അവനോട് പറയപ്പെടും, നം കന്നൗമത്തിൽ അറൂസ്, ഇനി പുതിയാപ്പള ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയും. ഹത്താ യബ്അഥക അഹബ്ബു അഹ്ലിക, ഏറ്റവും നല്ല ആള് വന്ന് നിന്നെ വിളിച്ചുണർത്തും, നല്ലതിലേക്ക് ഉണർച്ചുണർത്തും. പുതിയാപ്പളയെ ഉറക്കും പോലെ, സൽക്കാരത്തിന് ചെന്ന പുതിയാപ്പളയെ ഉറക്കും പോലെ, നം കനൗമത്തിൽ അറൂസ്, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങിക്കോന്ന് അവനോട് പറയപ്പെടും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
അല്ല അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലി, ഏറ്റവും നല്ല ആളല്ലാതെ അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി, ഏറ്റവും നല്ല ആളല്ലാതെ വിളിച്ചുണർത്തുകയില്ല. ആ രൂപത്തിൽ അയാൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നാണ്. ഇനി വൈദാകാന മുനാഫിഖാ, ഈ മനുഷ്യൻ മുനാഫിഖാണെങ്കിലോ ഇയാൾ ദുനിയാവിൽ വെച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കപട വിശ്വാസിയാണ്. എങ്കിലോ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിഫാഖ് തന്നെ പല ജാതിയാണ്. അമലിനെ ഈ വിശ്വാസവുമായി ബന്ധപ്പെടാതിരിക്കൽ ഒരു വലിയ ഏറ്റവും വലിയ നിഫാഖാണ്. അല്ലാഹു കാക്കട്ടെ. അതായത് ഈ അല്ലാഹ് ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ എന്ത് ചെയ്യൂല? നിസ്കരിക്കൂല. അല്ലാഹ് ഉണ്ടെന്നറിയാം, നിസ്കരിക്കൂല. അല്ലാഹ് ഉണ്ടെന്നറിയാം, ഖുർആൻ ഓതൂല. കേട്ടോളൂ, ഓരങ്ങാരങ്ങോട്ട് കേൾക്കരുത്. തമാശ പറയല്ല, ഞാൻ ഓർമ്മയെന്ന് എടുത്ത് പറയാ. പരിശുദ്ധ ഖുർആനിൽ കേട്ടോളൂ, ഇത് കേട്ടോളൂ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയാണ് ഞാൻ. സുമറിലാണ് ഈ ആയത്തുള്ളത്. എന്റെ ഖുർആനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന് ബുദ്ധിമുട്ടായ ജീവിതമാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ ആയത്തും കൊണ്ട് സ്വഹാബികൾ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, അവന് ബുദ്ധിമുട്ടായ ജീവിതമാണെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ്? ഫഖാല ഇബ്നു അബ്ബാസ്, ഉടനെ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഫീ ഖബ്രിഹി, ബുദ്ധിമുട്ടായ ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഖബറിൽ. അന്ത്യനാളിൽ അവന് കണ്ണുമുണ്ടാവില്ല. അപ്പോൾ അന്ത്യനാളിന് മുമ്പുള്ള ജീവിതമാണത്. ഏതാ അന്ത്യനാളിന് മുമ്പുള്ള ജീവിതം? അല്ലാഹു ആ ദിവസം നമ്മളെ നന്നാക്കി തരട്ടെ. മുനാഫിഖാണെങ്കിലോ അയാൾ പറയും, സമിഅതു നാസ യഖൂലൂന, ജനങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫഖുൽതു മിസ്ലഹു, അവർ പറയും പോലെ ഞാൻ പറഞ്ഞു. ലാ അദ്രി, ഈ അല്ലാഹു ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഈ മനുഷ്യൻ ആരാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഫയഖുലാനി, ഈ രണ്ട് വന്ന മലക്കുകൾ പറയും, ഖദ് നഅലമു അന്നക തഖൂലു ഹാകദാ, നീ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയും ബഹുമാനപ്പെട്ട മലായികത്ത് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഫയുഖാലുൽ അർളി ഇൽതൈമി അലൈഹി, അപ്പോൾ ഭൂമിയോട് പറയപ്പെടും, നീ ഭൂമിയെ അയാളെ ഒന്ന് പിടിച്ചു കൂട്ടേ ആദ്യത്തെ തവണ. അയാളുടെ ഭാര്യല്ലികൾ പരസ്പരം കൂടുന്നതാണ്. അതിലേക്ക് രണ്ട് മലക്കുകൾ ഉണ്ടെന്നതും മുങ്കർ നകീറെന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. റബ്ബേത് നബിയേതാണ് ദീനും ഏതാ, ചോദ്യം ഇതാതിനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ല അല്ലാഹു ജല്ല ജലാലുഹു, നബി മുസ്തഫ ദീൻ ഇസ്ലാം ദീനുഹു, നബി മുസ്തഫ ദീനിന്റെ ഇസ്ലാം ദീനുഹു. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും. സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, ഈ ബെയ്ത്ത് വീട്ടിലുള്ള ആളുകൾ, ഈ പാട്ട് വീട്ടിലുള്ള ആളുകൾ ഒന്ന് കൈയൊക്കി. 1 2 3 4 5 10 പഠിച്ചോന് എത്ര കുറച്ച് ആളുകളാണ്. എന്നാൽ എന്റെ കുട്ടിക്കാലത്ത് ഈ ജില്ലാത്തൊരു വീടുണ്ടായിട്ടില്ല, ഈ ജില്ലാത്തൊരു വീടില്ല. വളരെ കുറഞ്ഞ ആളപ്പൊ കൈവക്കിയത്. ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണല്ലോ നിങ്ങൾ. ഈ നാട്ടിൽ ഇപ്പോൾ മലബാറിലുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്. കാരണം എന്തുകൊണ്ട്? സുബഹി നിസ്കരിച്ചിട്ട് ഓടി വരികയാണ്. എന്തിന്? പറയും എന്തിന്?